Hi students, Standard 8ലെ Chapter 2 പേജ് ഡിസൈനിങ് ഇൻ എ വേർഡ് പ്രോസസ് എന്ന ചാപ്റ്ററിലെ പ്രാക്ടിക്കൽസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മലയാളം ടൈപ്പിങ്ങും അതുപോലെ പേജ് സെറ്റിംഗ്സ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു സെമിനാർ പേപ്പർ അല്ലെങ്കിൽ പ്രൊജക്റ്റ് റിപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ ഒന്ന് ഫോർമാറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇവിടെ നമുക്കൊരു ഫയൽ തന്നിട്ടുണ്ട്, agenda.ott എന്നുള്ളത് സ്കൂൾ റിസോഴ്സ് ഫോൾഡറിലുണ്ട്. ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ പേജ് ലേഔട്ട് ഒക്കെ ചെയ്തിട്ട് അതിനെ നല്ല രീതിയിൽ ഫോർമാറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യം തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മലയാളം ലെറ്റേഴ്സ് എങ്ങനെ ടൈപ്പ് ചെയ്യാം, മലയാളം വേർഡ്സ് തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് മലയാളം ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേഔട്ട് യൂസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുന്നതെന്നാണ്. അപ്പൊ അതിനായിട്ട് ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ലിബ്രെ ഓഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഇതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഡോക്സിൽ നോക്കിയാൽ ഇവിടെ കാണാം ലിബ്രെ ഓഫീസ് റൈറ്റർ എന്നുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം, ഇല്ലെങ്കിൽ ഷോ ആപ്ലിക്കേഷൻസിൽ, അവിടെ ഇല്ലെങ്കിൽ ഷോ ആപ്ലിക്കേഷൻസിൽ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റർ, ഇവിടെ ലിബ്രെ ഓഫീസ് റൈറ്റർ കാണിക്കുന്നുണ്ട്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവിടെ അവിടെ തന്നിരിക്കുന്ന ആ ടെക്സ്റ്റ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ടെക്സ്റ്റുകൾ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ ആദ്യം ഉള്ളത് അക്ഷരം എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് ഇതൊന്ന് ഇതിന്റെ ഫോണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ കീബോർഡ് മാറ്റാനുണ്ട്. ഇപ്പൊ കീബോർഡ് ഇംഗ്ലീഷിലാണ് ഉള്ളത്, അപ്പോൾ ഈ ഒരു മലയാളമാക്കി മാറ്റണം. അപ്പൊ അതിനായിട്ട് കീബോർഡിലെ വിൻഡോസ് കീയും അത് പ്രസ് ചെയ്തിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്യാം. അപ്പോൾ മലയാളം ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ അക്ഷരം എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇവിടെയുള്ള ഫോണ്ട് അനേക് എന്നുള്ളതാക്കി മാറ്റുന്നു. ഏതെങ്കിലും ഒരു മലയാളം ഫോണ്ട് ആക്കിയാൽ മതി. ഞാൻ ഇവിടെ നിന്ന് അതൊന്ന് അനേക് മലയാളം മീഡിയം എന്നുള്ളത് ആക്കി മാറ്റുന്നു. ഇനി ഇവിടെ ഒന്ന് ഫോണ്ടിന് കുറച്ച് സൈസ് കൂട്ടി കൊടുക്കുന്നു, ബോൾഡ് ആക്കാണ്. അക്ഷരം എന്നുള്ളത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഇത് നോക്കി ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ കീബോർഡ് ലേഔട്ട് തന്നിട്ടുണ്ട്, അത് നോക്കി ടൈപ്പ് ചെയ്താൽ മതി. അക്ഷരം എന്നുള്ളത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ വരുന്ന ലെറ്റേഴ്സ് വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. താഴ്ഭാഗത്തുള്ള നമ്മൾ ജസ്റ്റ് കീ പ്രസ് ചെയ്താൽ മാത്രം മതി. അതുപോലെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം, ഓരോ കീക്കും ഓരോ ഫിംഗർ ആണ്. അതിന് കൃത്യമായിട്ട് അതിന്റെ കളേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സ്പീഡായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മുകളിലുള്ള ലെറ്റേഴ്സ് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യാം. താഴെയുള്ളത് സാധാ പോലെ ടൈപ്പ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഒരു ലേഔട്ടും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഒരു ലേഔട്ട്, ഇതിൻ്റെ അകത്ത് റെഡ് കളറിൽ കാണുന്ന ലെറ്റേഴ്സ് ഒക്കെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്യേണ്ടതാണ്. ബ്ലൂ കളറിലുള്ളത് അല്ലാതെ ടൈപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന അക്ഷരം എന്നുള്ളതാണ്. ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്തു. ഇനി ഇവിടെ കായ്ക്ക് വേണ്ടിയിട്ട് കെ, ഇവിടെ കെ എന്നുള്ളതാണ്. അപ്പം താഴെയുള്ള ലെറ്റർ ആണ്, അപ്പം കെ എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ ചന്ദ്രകല വരണം അക്ഷരം എന്നുള്ളതിന് ഡി പ്രസ് ചെയ്യുന്നു. ഇനി ഷാ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്യണം. ഏതാണ്? ഷിഫ്റ്റ് കോമ. അതേപോലെ ജെ എന്ന് കൊടുക്കുന്നു, അവിടെ ജെ എന്ന് കൊടുത്തു. ജെ എന്നുള്ളത് രായ്ക്ക് കൊടുത്തു. അതേപോലെ എക്സ് ആണ് രം എന്നുള്ളത് വരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ഫോണ്ട് മാറിയിട്ടുണ്ട്. വേണമെങ്കിൽ ഫോണ്ട് വീണ്ടും അനേക്കിലേക്ക് മാറ്റാം. എന്നിട്ട് ഇനി അടുത്തത് ടൈപ്പ് ചെയ്യുന്നു ഓടക്കുഴൽ. ഓടക്കുഴൽ എന്നുള്ളതിൽ എ ആണ്. ഷിഫ്റ്റ് എ കൊടുത്തു. ഇത് അറിയേണ്ടതിലേക്ക് മാറുന്നുണ്ട്. ഷിഫ്റ്റ് എ കൊടുത്തു. പിന്നെ ടാ കൊടുത്തു. ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. കെ ഡി കെ ക എന്ന് വരാൻ വേണ്ടി ജി, ഷാ എന്ന് കൊടുത്തു. ഴൽ. ഇനി അടുത്തത് നൂറ്റാണ്ട്, വി കൊടുത്തു. ടി കൊടുക്കാണ്. അപ്പൊ ഇത് ഇങ്ങനെ വന്നു. ആറായിറ്റി രചന എന്നുള്ളതിലാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ നിന്ന് അനേക് മലയാളം എന്നുള്ളത് കൊടുത്തു. വി ടി കൊടുത്തു. അപ്പൊ ഇപ്പൊ അനേക്കിലാണ് വരുന്നത്. ഷിഫ്റ്റ് ജെ കൊടുത്തു. ഡി ഷിഫ്റ്റ് ജെ, ഇ കൊടുത്തു. സി കൊടുക്കാണ്. ഷിഫ്റ്റ് സി, ഡി, പിന്നെ അപ്പസ്ട്രോഫി എന്നുള്ളത് കൊടുക്കുന്നു. ഡി കൊടുക്കുന്നു. ഇനി അടുത്തത് മനുഷ്യൻ. സി വി ജി കൊടുത്തു. ഷിഫ്റ്റ് കോമ, ഡി സ്ലാഷ് എന്നുള്ളത് കൊടുത്തു. ഷിഫ്റ്റ് എൻ, ഷിഫ്റ്റ് എൻ എന്നുള്ളതിന് ഷിഫ്റ്റ് വി. അപ്പൊ ഇവിടെ യാ എന്നുള്ളത് നമ്മൾ ഡി പ്രസ് ചെയ്തിട്ട് പിന്നെ യാ എന്നുള്ളത് കൊടുത്താൽ, ഷിഫ്റ്റ് കൊടുത്താലാണ് ഇവിടെ മനുഷ്യൻ എന്നുള്ള ഈ ഒരു ഇത് വരുന്നത്. അതേപോലെ അടുത്തത് പേരാൽ എന്നുള്ളതാണ്.
വീണ്ടും പേരാൽ എന്നുള്ളത് HP ആണ്. S കൊടുത്തു, J കൊടുത്തു, രാ എന്നുള്ളത് E കൊടുത്തു, ഷിഫ്റ്റ് ഡോട്ട്. ഇനി ഇവിടെ വീണ്ടും മൺപാത്രം, ഷിഫ്റ്റ് X, H E, ത്രം എന്നുള്ളതിന് L D J X കൊടുത്തു. ഇനി അടുത്തത് തൈമാവ് എന്നുള്ളത് L W C E V, അതിൽ D കൊടുത്തു. ഇനി അടുത്തത് ഋഗ്വേദം എന്നുള്ളത് ഷിഫ്റ്റ് ഈക്വൽ ടു കൊടുത്തു, ഘ കിട്ടാൻ വേണ്ടി I കൊടുത്തു, S കൊടുത്തു, O X. ഇനി അടുത്തത് താഴ്വാരം L E കൊടുത്തു, ഷിഫ്റ്റ് V, ഷിഫ്റ്റ് B D കൊടുത്തു, വായ്ക്ക് B എന്ന് കൊടുത്തു. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കീബോർഡിലെ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് V കൊടുക്കാൻ വേണ്ടി B കൊടുക്കാണ്. B കൊടുക്കുമ്പോൾ ഇങ്ങനെയാ വരിക. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ക്ലോസ്ഡ് സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തു, അതൊന്ന് പ്രസ് ചെയ്തപ്പോൾ അവിടെ മാറ്റമൊന്നുമില്ല. ഇനി നമ്മൾ B കൊടുത്താൽ ഇങ്ങനെ വാ വരുന്നുണ്ട്. പിന്നെ E കൊടുത്തു, ഷിഫ്റ്റ് J കൊടുത്തു, X. ഇനി അടുത്തത് വരേണ്ടത് സബ്വേ എന്നുള്ളതാണ്. M കൊടുത്തു, Y D, അതേപോലെ B എന്നുള്ളതിന് വാ എന്നുള്ളതിന് B കൊടുത്തു. അപ്പൊ ഇങ്ങനെ വരുന്നു. വീണ്ടും ക്ലോസ് ദ സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്തു. അതിനുശേഷം V എന്നുള്ളത് പ്രസ് ചെയ്യുക, B എന്നുള്ളത് പ്രസ് ചെയ്യുക, S കൊടുത്തു. അപ്പൊ ഇത്രയാണ് നമ്മളോട് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞത്. അത് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ദ ഫയൽ agenda.ott എന്നുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഫയൽ ഓപ്പൺ കൊടുത്തിട്ട് ഇവിടെ നിന്ന് ഹോമില്, സ്കൂൾ റിസോഴ്സില്, ക്ലാസ് 8 ഇവിടെ നിന്ന് ആ ഒരു ഫയൽ agenda.ott എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. അപ്പൊ ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്കിവിടെ ഷോ ആപ്പ്, ഇവിടെ നിന്ന് ഫയൽസില്, സ്കൂൾ റിസോഴ്സില്, ക്ലാസ് 8 എന്നുള്ളത് എടുത്തിട്ട് ഇവിടെ നിന്നും ആ ഒരു ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഈ ഒരു ഫയൽ എങ്ങനെയായിരിക്കും വേണ്ടത് എന്നുള്ളത് ഇവിടെ agenda.pdf എന്നുള്ളത് തന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇങ്ങനെയാണ് അവസാനം ഈ ഒരു ഫയൽ ആക്കി മാറ്റേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡോക്യുമെന്റ് ഇങ്ങനെയാണ് ആക്കി മാറ്റേണ്ടത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഫയല് മാക്സിമൈസ് ചെയ്തു. പിന്നെ മുകളിലായിട്ട് നമ്മളോടൊരു ഹെഡിങ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അത് ആദ്യം കൊടുക്കാം. മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകരാണ് യാത്രകൾ, അത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് കൊടുക്കാം നമുക്ക്. ഇവിടെ നമ്മൾക്ക് ഒന്ന് എൻ്റർ പ്രസ് ചെയ്തു. മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകരാണ് യാത്രകൾ. അപ്പൊ അതവിടെ ടൈപ്പ് ചെയ്യാണ്. സി ഇവിടെ മലയാളം ആക്കി മാറ്റണം. അതിനായിട്ട് കീബോർഡിലെ വിൻഡോസ് കീ പ്രസ് ചെയ്തിട്ട് സ്പേസ് ബാർ പ്രസ് ചെയ്തു. ഇനി മനുഷ്യനെ എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. വി ജി ഷിഫ്റ്റ് കോമ ഡി ഷിഫ്റ്റ് സ്ലാഷ് വി എക്സ് വി സെഡ് സ്പേസ് നല്ല മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകരാണ് യാത്രകൾ. ഏറ്റവും നല്ലത് കിട്ടാൻ വേണ്ടി ഷിഫ്റ്റ് എ, ഷിഫ്റ്റ് എസ്, ഷിഫ്റ്റ് ജെ ബി ജി കൊടുത്തു, എക്സ്. നല്ല എന്നുള്ളത് കൊടുക്കാൻ വി എൻ ഡി എൻ, നല്ല യാത്രകൾ അധ്യാപകരാണ്. ഷിഫ്റ്റ് ഡി, ഷിഫ്റ്റ് ഒ ഡി സ്ലാഷ് അധ്യാപകരാണ്, പകരാണ് കെ ജെ ഷിഫ്റ്റ് സി ഡി. യാത്രകൾ എന്നുള്ളതിന് സ്ലാഷ് ഇ എൽ ഡി ജെ കെ ഷിഫ്റ്റ് 8. മനുഷ്യനെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല അധ്യാപകരാണ് യാത്രകൾ എന്ന് ടൈപ്പ് ചെയ്തു. അത് ടോപ്പ് ഓഫ് ദ പേജിൽ ടൈപ്പ് ചെയ്തിട്ട് അതിനെ സേവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഇതൊന്ന് നമുക്ക് ഹെഡിങ് ആയിട്ട് ഒരു ബോൾഡ് ആക്കിയിട്ട് കുറച്ചൊരു വലിയ ഇതാക്കി മാറ്റാം. സെന്റർ അലൈൻമെന്റിൽ ചെയ്യും.
അപ്പോൾ ഇങ്ങനെ കൊടുത്തു. ഇനി ഇതൊന്ന് സേവ് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്ന് കൊടുത്തു. ഹോമിൽ സ്കൂൾ സ്റ്റുഡൻസ് വർക്ക്സ് 8 നിങ്ങളെ നമ്പറോ നിങ്ങളെ സ്കൂളിൻ്റെ പേരോ നിങ്ങളുടെ പേരോ എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ സ്കൂളിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുന്നു, സേവ് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ടൈപ്പിംഗ് ഒക്കെ ഫാസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് KTouchഉം അതുപോലെ ടെക്സ്റ്റ് ടൈപ്പിംഗ് ഒക്കെ യൂസ് ചെയ്തിട്ട് ടൈപ്പിംഗ് പഠിക്കാം. അതേപോലെ സ്പീഡാക്കാനൊക്കെ പറ്റും. അതേപോലെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മലയാളം ഫോൺസ് ഇവിടെ തന്നിട്ടുണ്ട്. അനേക് മലയാളം, തുമ്പപ്പൂ, ഗായത്രി, കേരളീയം, രചന, നോട്ടോ, സെരീഫ് മലയാളം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഫോണ്ട് സൈസും ഇതൊക്കെ മാറ്റുന്നത് മുമ്പ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഹെഡിങ് ടു ദ സെൻറ്ററും ഫോണ്ട് സൈസൊക്കെ ആക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാരഗ്രാഫ് അട്രാക്റ്റീവ് ആക്കുന്ന മാർഗങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ പാരഗ്രാഫ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് അത് തമ്മിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഇവിടുന്ന് ചേഞ്ചസ് വരുത്തുന്നു. അപ്പൊ അതിനായിട്ട് ഇതൊന്ന് നമ്മൾ സെലക്ട് ചെയ്യാണ്. മൊത്തത്തിൽ ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഈ പാരഗ്രാഫ് തമ്മിലുള്ള ഗ്യാപ്പും ഇതിന്റെ ഇടയിലുള്ള ലൈനിന്റെ ഗ്യാപ്പും ഒക്കെ നമ്മളൊന്ന് കൂട്ടുന്നു. അതേപോലെ തന്നെ മാർജിനിൽ നിന്ന് ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഫസ്റ്റ് ലെറ്റർ, ഫസ്റ്റ് സെന്റൻസ് വരേണ്ടത്, ഫസ്റ്റ് ലൈൻ വരേണ്ടത് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ് എടുക്കണം. അപ്പൊ അതിനായിട്ട് റൈറ്റ് സൈഡിലായിട്ട് പ്രോപ്പർട്ടീസ് വിൻഡോ ഉണ്ട്. പ്രോപ്പർട്ടീസ് വിൻഡോ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു പാരഗ്രാഫ് എന്നുള്ള ഈ ഒരു ഭാഗത്താണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്നത് സ്പേസിങ് കൊടുക്കുന്നതാണ് പാരഗ്രാഫിന്റെ ഇടയിലായിട്ട്. അപ്പൊ ഈ ഒരു പാരഗ്രാഫുകൾ തമ്മിൽ എന്താണ് കുറച്ച് ഗ്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സ്പേസിങ് കൊടുക്കാം. ഇൻക്രീസ് പാരഗ്രാഫ് സ്പേസിംഗ് എന്നുള്ളത് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ 0.10 എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് 0.10. ഇതിന്റെ ഇടയിൽ പാരഗ്രാഫിന്റെ ഇടയിലായിട്ട് 0.10 കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് 0.10. അങ്ങനെ കൊടുത്ത സമയത്ത് പാരഗ്രാഫിന്റെ മുന്നിലും പാരഗ്രാഫ് കഴിഞ്ഞിട്ടും അതേ ഒരു സെന്റിമീറ്ററിലാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. കൂടെ നിങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഞാനിപ്പോൾ കൊടുത്തപ്പോൾ അതിങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. പാരഗ്രാഫുകൾ തമ്മിൽ 0.10 സെന്റിമീറ്റർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അത് പാരഗ്രാഫിന്റെ മുന്നിലും അത് കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഒന്ന് മൈനസ് അടിച്ചാൽ മതി. അപ്പം ഇത് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഇത് പാരഗ്രാഫുകൾ തമ്മിൽ അതിന്റെ മുന്നിലായിട്ട് പാരഗ്രാഫിന്റെ മുന്നിലായിട്ട് 0.10 സെന്റിമീറ്റർ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന ലൈൻ സ്പേസിംഗ് കൊടുക്കാനാണ്. ലൈൻ സ്പേസിംഗ് പറഞ്ഞിരിക്കുന്നത് 1.15 ആണ്. അപ്പൊ അതിനായിട്ട് വീണ്ടും ഇവിടെ നമ്മൾ ലൈൻ സ്പേസിംഗ്, ഇതാണ് ലൈൻ സ്പേസിംഗ് എന്നുള്ളത്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈൻ സ്പേസിംഗ് എന്നുള്ളത് 1.15 എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾ ജസ്റ്റ് മൗസ് വെക്കുമ്പോഴേ കാണാം സെറ്റ് ലൈൻ സ്പേസിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ 1.15 ഈ ലൈനുകൾ തമ്മിൽ 1.15 സെന്റിമീറ്റർ ആയിട്ടുണ്ട്. ഒന്ന് ബാക്ക് അണ്ടു കാണിച്ചാൽ കാണാം. അത് ഇതാ ഇങ്ങനെയാണ് ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് പാരഗ്രാഫ് ഇൻഡന്റിങ് ആണ്. അപ്പോൾ ഇൻഡന്റിങ് എന്ന് പറഞ്ഞാൽ ഓരോ മാർജിനിൽ നിന്ന് അതിന്റെ ടെക്സ്റ്റ് ബിഫോർ ടെക്സ്റ്റ് ഇൻഡന്റും ആഫ്റ്റർ ടെക്സ്റ്റ് ഇൻഡന്റും എത്രയാണ് വേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ലൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഫസ്റ്റ് ലൈൻ ഒരു സെൻട്രൽ വരുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 0.40 ബിഫോർ ടെക്സ്റ്റ് ഇൻഡന്റും അതേപോലെ തന്നെ ആഫ്റ്റർ ടെക്സ്റ്റ് ഇൻഡന്റ് കൊടുത്തിട്ടില്ല. അതേപോലെ ഫസ്റ്റ് ലൈനിൽ 1.30 എന്നുള്ളത്. അപ്പൊ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ എടുക്കുകയാണ്. ഇതാണ് ബിഫോർ ടെക്സ്റ്റ് ഇൻഡന്റ് എന്നുള്ളത്. ഇത് ഇവിടെ നമ്മളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.40 ആണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മളൊന്ന് ജസ്റ്റ് പ്ലസ് മാർക്ക് പ്രസ് ചെയ്യാം. അപ്പൊ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. മാർജിനിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. പാരഗ്രാഫ് 30 ആക്കി ഒന്നും കൂടി പ്രസ് ചെയ്ത് 40. അപ്പൊ ഇത്രയും മാർജിനിൽ നിന്ന് ഇത്രയും ആ ഒരു പാരഗ്രാഫ് കുറച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഇവിടെ ഈ ഒരു മാർജിനിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ കൊടുത്താൽ ഇങ്ങനെ വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ മൈനസ് കൊടുക്കുന്നു. ഇനി ഇവിടെ ഫസ്റ്റ് ലൈൻ, ഇവിടെയൊക്കെ കാണുന്ന ഫസ്റ്റ് ലൈൻ കുറച്ചിങ്ങോട്ട് വരണം. അപ്പൊ അതിനായിട്ട് നിങ്ങളോട് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്ന വാല്യൂ 1.30 ആണ്. അപ്പൊ 1.30 വേണമെങ്കിൽ നമുക്ക് ഇവിടെ പ്ലസ് കൊടുത്തിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്താൽ മതി. 1.30 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഓരോ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈനില് ഒരു 1.30 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എല്ലാവരും ഇവിടെയൊക്കെ നമുക്ക് കാണാം. ഒന്ന് അണ്ടു അടിച്ചാൽ ആദ്യം കാണാം ഇങ്ങനെ.
ഇവിടെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. നമ്മൾ വീണ്ടും 1.30 എന്ന് കൊടുക്കുന്നു. ഇവിടെ എൻ്റർ പ്രസ് ചെയ്താൽ ഇതാ ഇവിടെയൊക്കെ ഇതൊന്ന് ഇങ്ങോട്ട് വന്നായിട്ട് കാണും. അപ്പോൾ 1.30 ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലൈൻ ഉള്ളത്. പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് വീണ്ടും നമ്മളൊന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാനായിട്ട് ഏത് പാരഗ്രാഫിനാണോ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കേണ്ടത് ആ പാരഗ്രാഫ് സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു PDF എടുത്തു. അതിൻ്റെ അകത്ത് നമുക്കിവിടെ തന്നിരിക്കുന്നത് എല്ലോറയിലെ പ്രധാന ഗുഹകളും സവിശേഷതകളും എന്നുള്ളിടത്താണ് കളർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അതൊന്ന് കളർ ചേഞ്ച് ചെയ്യാം. അപ്പം അതിനായിട്ട് ഇതൊന്ന് സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇതൊന്ന് സെലക്ട് ചെയ്തു, ഇവിടെ വരെ ഇത്ര വരെ സെലക്ട് ചെയ്തു. ഇതിനെ നമുക്ക് ഫോർമാറ്റിൽ പാരഗ്രാഫ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. അവിടെ നമുക്ക് എന്താണോ ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടത് അതെടുക്കുക. ഇവിടെ ബോർഡേഴ്സ് കൊടുക്കണം. ആദ്യം ബോർഡേഴ്സ് എന്നുള്ള എടുത്തു. അവിടെ നമുക്ക് ബോർഡേഴ്സ് കൊടുക്കാൻ ഇതാ ഓൾ 4 ബോർഡേഴ്സ് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബോർഡറും ഇല്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ 4 ഭാഗത്തും ബോർഡർ കൊടുക്കുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സൈഡിൽ മാത്രം, ലെഫ്റ്റിലും റൈറ്റിലും മാത്രം ബോർഡർ വരുന്നു. ഇത് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മുകളിലും താഴെയായിട്ട്, ഇത് ജസ്റ്റ് ഒരു മാർജിൻ മാത്രമായിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 4 ഭാഗത്തുള്ളതാണ്. 4 ഭാഗത്തുള്ളത് കൊടുത്തു. ഇവിടെ സ്റ്റൈൽ എന്നുള്ളിടത്ത് നമുക്കിങ്ങനെ ഒരുപാട് മോഡൽ ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഡോട്ടഡ്, ഇങ്ങനെയുള്ള ഡാഷ് ഡോട്ട് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ഏതാണോ വേണ്ടത് ആ ഒരു ലൈൻ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് വേറെ മോഡൽ വേണമെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. അതിന് വേണ്ട കളർ ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു ബ്ലൂ കളറോ ഒക്കെ കൊടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതേപോലെ വിഡ്ത്ത് കൂട്ടണമെങ്കിൽ ആ ഒരു ലൈൻ്റെ വിഡ്ത്ത് കൂട്ടണമെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഹെയർ ലൈൻ 0.05 ആണുള്ളത്. ഞാൻ അതൊന്ന് 1.5 ആക്കുന്നു. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വിഡ്ത്ത് കൂടിയിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് കൊടുക്കേണ്ടത് ഈ ഒരു കളറാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആ ഒരു കളർ കൊടുക്കണം. അതിനായിട്ട് ഇവിടെ പിന്നെ നമുക്ക് അധികം മാറ്റാനില്ല. ജസ്റ്റ് ഏരിയ എന്നുള്ളത് എടുക്കുന്നു. അതില് നണ്ണിലാണ് കിടക്കുന്നത്. അത് കളർ എന്നുള്ളത് എടുത്തിട്ട് നമുക്ക് വേണ്ട ഈ ഒരു കളർ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഒരു യെല്ലോ കളർ ഏതാണ്ട് എടുക്കുന്നതാണ്. ഈ ഒരു കളറാന്ന് തോന്നുന്നു, അതെടുക്കുന്നു. അപ്പൊ ഇത്രയും കൊടുത്തു. ഇനി ബോർഡേഴ്സ് എന്നുള്ളത് നമുക്ക് ഇതിന്റെ പാഡിങ് ലെഫ്റ്റിൽ നിന്ന് ഇത്ര സൈഡിലേക്ക് ഇങ്ങോട്ട് മാറിയിട്ട് എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. വേണമെങ്കിൽ ഒന്ന് പ്ലസ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇതേപോലെ ഒന്ന് വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്മുടെ ടെക്സ്റ്റിലൊക്കെ തന്നപോലെ ഏതെങ്കിലുമൊക്കെ പാരഗ്രാഫ് ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണമെങ്കിൽ ആ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനൊരു ബുള്ളറ്റഡ് ലിസ്റ്റ് ആക്കി മാറ്റുന്നതെന്നാണ്. അതിനായിട്ട് വീണ്ടും ടെക്സ്റ്റ് എടുക്കാം. അവിടെ ബുള്ളറ്റഡ് ലിസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ നമുക്ക് കാണാം. ആ ഒരു ഏതാണോ നമുക്ക് ലിസ്റ്റ് കൊടുക്കേണ്ടത് ഇപ്പം ഇവിടെ തന്നിട്ടുണ്ട്, മേജർ കേവ്സ് ഓഫ് എല്ലോറ എന്നുള്ളതിൽ. അപ്പൊ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇതാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ആ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യാം. ഈ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്തു. അതിനുശേഷം വീണ്ടും ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഓപ്ഷൻ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പല ഓപ്ഷൻസും കാണാം. ഇവിടെയുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ടോഗിൾ അൺഓർഡേഡ് ലിസ്റ്റ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അതിലിവിടെ തന്നിരിക്കുന്നത് ഇതാണ്, സോളിഡ് ഡയമണ്ട് ബുള്ളറ്റ്സ് ആണ് തന്നിരിക്കുന്നത്. നല്ല നോക്കിയാൽ കാണാം ഇവിടെ തന്നിരിക്കുന്നത് സോളിഡ് ഡയമണ്ട് ബുള്ളറ്റ്സ് ആണ്. അപ്പൊ അത് തന്നെ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് സോളിഡ് ഡയമണ്ട് ബുള്ളറ്റ്സ് എന്നുണ്ട്. ഇനി മോർ ബുള്ളറ്റ്സ് വേണം ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് ബുള്ളറ്റിന്റെ മോഡൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. അൺഓർഡേഡ്, ഇതാ ഓർഡേഡ് കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് വേണ്ടത് ആ രീതി നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഔട്ട്ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇമേജ്, ഇപ്പൊ കളേഴ്സ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ, പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ സെലക്ട് ചെയ്തത് ഇങ്ങനെ ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. അത് ജസ്റ്റ് ഇവിടെ ഞാനൊന്ന് ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും അതിവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ രണ്ടാമത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കുറച്ച് ഗ്യാപ്പ് വേണമെങ്കിൽ കുറയ്ക്കാം. അതിനായിട്ട് ഇവിടെ നിന്ന് പാരഗ്രാഫ് എന്നുള്ളത് എടുത്തു. ഇവിടെയുള്ള ഈ ഒരു 1.15 എന്നുള്ളത് കുറയ്ക്കുന്നു. ഓക്കെ എന്ന് പ്രസ് ചെയ്യുന്നു. ഇതൊന്ന് ഫുള്ളായിട്ട് സെലക്ട് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ സൈസ് ഒന്ന് വലുതാക്കാണ്. 14 ആക്കിയിട്ടുണ്ട്.
ഇനി വേണമെങ്കിൽ ഇവിടെയൊക്കെ നമുക്കൊരു കളറൊക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് തന്നൊരു ഡോക്യുമെന്റ് ഉള്ളതുപോലെ നമുക്കാക്കി മാറ്റാം. ഇവിടെ എല്ലാം വലിയതായിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് കൂട്ടിയിട്ടൊക്കെ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലോറ ഗുഹകൾ എന്നുള്ളത് സെലക്ട് ചെയ്തു, സെൻറ്റർ കൊടുക്കുകയാണ്. സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുത്തു. അതുപോലെ കളർ കൊടുക്കണമെങ്കിൽ കളറ് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഇവിടെ പറയാത്തത്. ഇതേപോലെ ബോൾഡ് ആക്കിയിട്ടൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എല്ലാത്തിലേക്കും കോപ്പി പേസ്റ്റ് ആക്കിയിട്ട് ചെയ്യാം നമുക്ക്. ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെയുള്ള ഈ പറയുന്ന ക്ലോൺ ഫോർമാറ്റിംഗ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അജന്ത ഗുഹകൾ എന്നുള്ളടത്ത് കൊടുത്തു, സെൻറ്റർ അലൈൻമെൻറ്റും കൂടി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഇടയിലും ഗ്യാപ്പ് വരണമെങ്കിൽ നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. ഇവിടെയുള്ള ഇൻക്രീസ് ഇൻഡെൻസ് പാരഗ്രാഫ് ഇൻഡെൻറ്റിംഗ് കൊടുത്താൽ ഇവിടെ നിന്ന് നമുക്ക് സ്പേസ് കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയ്യുന്നത് ഇതിൻ്റെ പ്രസൻറ്റിങ് ഡാറ്റ ഇൻ ടേബിൾ ഫോർമാറ്റ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു ടേബിൾ നിർമ്മിക്കാൻ നോക്കാം. ഇതാണ് നമുക്കിപ്പോൾ ഒരു ടേബിളായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ടേബിൾ ആക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമുക്കൊരു ടേബിൾ കൊടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ടേബിളിൽ ഇൻസേർട്ട് ടേബിൾ കൊടുക്കുന്നു. അവിടെ ടേബിളിൽ എത്ര കോളംസ് വേണമെന്ന് കൊടുക്കുന്നു. ഇപ്പോൾ ഒരു 3 കോളംസ് കൊടുത്തു. അതുപോലെ എത്ര റോസ് വേണമെന്ന് കൊടുക്കുന്നു. ഇവിടെ നമ്മളൊരു 5 റോസ് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇൻസേർട്ട് എന്ന് കൊടുക്കുക. ഇൻസേർട്ട് എന്ന് കൊടുക്കുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു ടേബിൾ ഇവിടെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഈ agenda.pdf തന്നിരിക്കുന്ന ഈ ഒരു ടേബിൾ ആക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നിരിക്കുന്നത് അജന്ത എല്ലോറയിലേക്കില്ല. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഇവിടെ ഈ ഒരു സെല്ലിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ഒരു സെല്ല് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെ കോളംസ് ഇല്ലാത്ത പോലെ കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇത് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്കിൽ മെർജ് സെല്ല് എന്ന് കാണും, അത് കൊടുത്തു. അപ്പോൾ ഇത് ഒരൊറ്റ റോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കിവിടെ കൊടുക്കേണ്ടത് യാത്രാമാർഗങ്ങളും മറ്റു വിവരങ്ങളും, ഇത് 2 ഗുഹകളുടെ പേരും കൊടുക്കുക. അപ്പം അതിനായിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുക. അപ്പം ഇവിടെ വീണ്ടും നമ്മൾ യാത്രാമാർഗങ്ങളും മറ്റു വിവരങ്ങളും എന്നുള്ളത് വീണ്ടും കോപ്പി ചെയ്യാണ്. ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇത് വേണമെങ്കിൽ നമുക്കൊരു ലെഫ്റ്റ് അറേഞ്ച്മെന്റ് ആയിട്ട് കൊടുക്കാം. ഇതിനെ 13 pt ആക്കി മാറ്റാം. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അത് നമുക്ക് ബാക്ക് സ്പേസ് അടിച്ച് റെഡിയാക്കാം. ഇനി ഇവിടെ കൊടുക്കേണ്ടത് എല്ലോറ ഗുഹകൾ എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്തു, അവിടെയും കോപ്പി ചെയ്യാണ്, അല്ല കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ അജന്ത ഗുഹകൾ എന്നുള്ളത് സെലക്ട് ചെയ്തു, അതും കട്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും വിമാനമാർഗം എന്നുള്ളത് ആദ്യം കൊടുത്തു. ഇവിടെ വിമാനമാർഗം എന്നുള്ളത് സെലക്ട് ചെയ്തു, കട്ട് ചെയ്യുക, ഇവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു, അവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ അതിനെക്കുറിച്ചുള്ളത് ഔറംഗാബാദ് വിമാനത്താവളത്തിൽ നിന്ന് 35 കിലോമീറ്റർ, അത് ഫുള്ള് കൊടുക്കണമെന്ന് നോക്കാം. അപ്പം അത് അവിടെ അതേപോലെ തന്നെ കൊടുക്കുന്നുണ്ട്, അങ്ങനെ തന്നെ നമുക്ക് കൊടുക്കാം. അപ്പം ഇത് സെലക്ട് ചെയ്തു, കട്ട് ചെയ്തിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ വീണ്ടും അടുത്തത് ഇത് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ കട്ട് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് ട്രെയിൻ മാർഗം എന്നുള്ളത് അതെടുത്തു, ഇവിടുന്ന് കട്ട് ചെയ്യാം, ഇവിടെ കൊടുത്തു. അടുത്തത് കൺട്രോൾ V എന്ന് കൊടുക്കാം. അതിൻ്റെ ആദ്യത്തത് ഇത് സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തു, ഇവിടെ കൊടുക്കുന്നു. ഇനി ഇവിടെ സ്പേസ് ഉണ്ട്, അത് നമുക്ക് ബാക്ക് സ്പേസ് അടിച്ച് റെഡിയാക്കാം. ഇനി അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇത് സെലക്ട് ചെയ്തു, കട്ട് ചെയ്തിട്ട് ഇതിവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സന്ദർശന സമയം എന്നുള്ളതാണ് ഇനി വേണ്ടത്. അപ്പോൾ അത് സെലക്ട് ചെയ്തു, കട്ട് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ സന്ദർശന സമയം എന്നുള്ളത് ഇവിടെ ആദ്യത്തെ ഇതിന് ഇങ്ങനെയുള്ളത് സെലക്ട് ചെയ്തു, കട്ട് ചെയ്യുക, ഇവിടേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്തു, ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് ബാക്ക് സ്പേസ് അടിച്ച് റെഡിയാക്കാം. അതുപോലെ ഇവിടെ വീണ്ടും സന്ദർശന സമയം എന്നുള്ളത് ഇവിടെ 9 AM to ഇതെന്നുള്ള കൊടുത്തു, കട്ട് എന്നുള്ള കൊടുക്കാം, ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു.
അപ്പൊ നമ്മളിവിടെ റോഡ് മാർഗം എന്നുള്ളത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്കത് വരേണ്ടത്, നമ്മളിവിടെ മെയിൻ ഷീറ്റ് എടുത്ത് നോക്കിയാൽ ഇതിന്റെ ഇടയിൽ റോഡ് മാർഗം എന്നും കൂടി കാണും. അപ്പൊ അത് നമ്മളോട് വിട്ടുപോയതാണ്. അപ്പൊ ഇവിടെ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാം, എവിടെയാണോ നമുക്ക് സെല്ല് വരേണ്ടത്, റോ വരേണ്ടത്, അതിന്റെ താഴെയുള്ള സെല്ലിൽ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്കിൽ ഇൻസേർട്ട് റോസ് എബോവ് എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ ആയിട്ട് റോസ് വന്നിട്ടുണ്ട്. അതേപോലെ നമുക്ക് താഴോട്ട് വേണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പൊ ഇവിടേക്കാണ് കൊടുത്തത്, ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ റോഡ് മാർഗം എന്നുള്ളത് കൊടുക്കാം. ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്, കട്ട് കൊടുത്തു, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ്. ഇവിടെ ഈ ഒരു ഇത് സെലക്ട് ചെയ്യാം, കട്ട് കൊടുത്തു, ഇവിടെ നിന്ന് പേസ്റ്റ് കൊടുക്കുന്നു. നിങ്ങളുടെ കീബോർഡിൽ Ctrl+V പ്രസ് ചെയ്താലും മതി. ഇവിടെ സെലക്ട് ചെയ്തിട്ട് Ctrl+C അടിച്ചാൽ മതി. അതേപോലെ ഇവിടെ Ctrl+V പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് പ്രവേശന ഫീസാണ്. അപ്പൊ ഇവിടെ നമുക്കിനി ഒരു സെല്ലും കൂടി ഇൻസേർട്ട് ചെയ്യണം. അതിനായിട്ട് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്കിൽ ഇൻസേർട്ട് എന്ന് കൊടുത്തു, ഇൻസേർട്ട് റോസ് ബിലോ. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്കിവിടെ ടേബിളിൽ പോയിട്ട് ചെയ്യാം. ടേബിളിൽ ഇതാ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ കാണാം, റോസ് എബോ, അല്ലെങ്കിൽ നമുക്ക് കോളംസ്, ഇവിടെ ഒരു കോളം വരുത്തിക്കണമെങ്കിലൊക്കെ ഇങ്ങനെ കൊടുക്കാം. അപ്പൊ ഇവിടെ പോയിട്ട് ടേബിളിൽ ഇൻസേർട്ട് റോസ് ബിലോ എന്ന് കൊടുത്താൽ എവിടെയാണോ നമ്മൾ സെലക്ട് ചെയ്ത് കിടക്കുന്നത് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു സെല്ല് ഉണ്ടായിട്ടുണ്ടാവും. ഇനി ഇവിടെ പ്രവേശന ഫീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു, ഇത് കട്ട് ചെയ്യുന്നു, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു, കട്ട് ചെയ്തു, Ctrl+X ചെയ്തു, Ctrl+V കൊടുത്തു. വേണമെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് എൻ്ററൊക്കെ പ്രസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി വേണ്ടാത്തതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പൊ അവിടെ തന്നത് പോലെയുള്ള ഒരു ടേബിൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിന്റെ ഫോണ്ടും വേണമെങ്കിൽ ഇതിന്റെ ബോർഡറിന്റെ കളറൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താം. അപ്പൊ ഇതിനായിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു. അപ്പൊ നമുക്ക് ഇതിനൊരു ബോർഡർ ഒക്കെ കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ടേബിളിൽ പ്രോപ്പർട്ടീസ് എന്നുള്ള എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്കിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടും പ്രോപ്പർട്ടീസ് എന്നുള്ളത് എടുക്കാം. ഇതാ ടേബിൾ പ്രോപ്പർട്ടീസിന്റെ അതെടുക്കാം. അപ്പൊ ഇവിടെ നിന്ന് ബോർഡേഴ്സ് എന്നുള്ളത് എടുത്തു. ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ഇതാ ഈ ഒരു ഭാഗത്ത് ബോർഡേഴ്സ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഓരോ ടൈപ്പ് ബോർഡേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. നോ ബോർഡേഴ്സ്, ലെഫ്റ്റ് ബോർഡേഴ്സ് എന്നൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചേഞ്ചസ് വരുത്തണമെങ്കിൽ റൈറ്റ് ക്ലിക്കിൽ ടേബിൾ പ്രോപ്പർട്ടീസ് എടുത്തു, അവിടെ നിന്ന് ബോർഡേഴ്സ് എടുത്തു. അപ്പൊ ഞാനിവിടെ എല്ലാ ബോർഡേഴ്സ് എന്നുള്ളത് 4ാമത്തെ ബോർഡർ, ഔട്ടർ ബോർഡർ ആൻഡ് ഓൾ ഇന്നർ ലൈൻസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ഒരു കളർ അവിടെ തന്നിരിക്കുന്നത് ഒരു മെറൂൺ ആണ്. അപ്പൊ ഇവിടെ നിന്ന് ആദ്യം ഒരു ലൈൻ സെലക്ട് ചെയ്തു, അതിനുശേഷം ഒരു മെറൂൺ കളറും കൊടുക്കുന്നു. അപ്പൊ ഈ ഒരു കളർ കൊടുത്തു. അതിന് വേണമെങ്കിൽ അതിന്റെ ബോർഡറിന്റെ സ്ട്രോക്ക് കളർ അല്ലെങ്കിൽ അതിന്റെ വിഡ്ത്ത് കൂട്ടണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു രീതിയിലുള്ള ബോർഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിനുള്ളിലുള്ളതൊക്കെ സെന്റർ ഇതായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെന്റർ അലൈൻമെന്റ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇവിടെ നിന്ന് സെന്റർ കൊടുക്കാം. അതേപോലെ തന്നെ സെന്റർ വെർട്ടിക്കൽ സെന്റർ ആയിട്ട് വരണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇവിടെ സ്പേസ് ഉണ്ട്, ഒന്ന് ബാക്ക് സ്പേസ് അടിച്ചാൽ ഇവിടെ നമ്മൾ ബാക്ക് സ്പേസ് അടിച്ചാൽ കൃത്യമായിട്ട് സെന്ററിലായിട്ട് വരുന്നതാണ്. അതുപോലെ ഇവിടെ എല്ലാത്തിനും നമുക്ക് അതേ ഒരു സ്റ്റൈൽ തന്നെ കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ നിന്ന് പ്രോപ്പർട്ടീസ് എടുക്കുന്നു, ഇവിടെ നിന്ന് സെന്റർ അലൈൻമെന്റും സെന്റർ വെർട്ടിക്കലി എന്നുള്ളത് കൊടുക്കുന്നു. ഇനി അതിന്റെ ടെക്സ്റ്റ് ഒക്കെ സൈസ് വലുതാക്കണമെങ്കിലൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു 14-15 pt കൊടുക്കുന്നു. അതേപോലെ ഇതിന്റെ കളേഴ്സ് ഒക്കെ മാറ്റണമെങ്കിൽ ഒക്കെ ചേഞ്ചസ് വരുത്താം. ഇപ്പൊ കളേഴ്സ് ഒന്നും ഇവിടെ മാറ്റിയിട്ടില്ല, അതുകൊണ്ട് മാറ്റുന്നില്ല. വേണമെങ്കിൽ ഇതും വെർട്ടിക്കലായിട്ട് തന്നെ കൊടുക്കാം. ഇതും സെന്റർ അലൈൻമെന്റും വെർട്ടിക്കലുമാണ് ഉള്ളത്. ഇതേപോലെ വെർട്ടിക്കലായിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇതിവിടെ വന്നിരിക്കുന്ന ബാക്ക് സ്പേസ് കൊടുത്താൽ കൃത്യമായിട്ട് വരുന്നതാണ്. ഇതിന് കുറച്ചൊരു ടെക്സ്റ്റ് കൂട്ടി കൊടുക്കണമെങ്കിലൊക്കെ ഇവിടുന്ന് മാറ്റി ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇതിന് വേണ്ട ഫോർമാറ്റ് ചെയ്യാം. ഇനി ഇതിന്റെ താഴെയായിട്ട് ഇവിടെ ഒരു സ്റ്റാർ കൊടുക്കാനുണ്ട്.
അപ്പോൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറും കൂടി കൊടുക്കുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ഡാർക്ക് കളറിൽ കൊടുത്തിട്ട് സെൻറ്റർ അലൈൻമെൻറ്റ് കൊടുക്കാം. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹെഡറും ഫൂട്ടറും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡോക്യുമെന്റിൽ ഫൂട്ടറായിട്ട് പേജ് നമ്പറും ഹെഡറായിട്ട് അജന്ത എലോറ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പം അതിനായിട്ട് ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മളൊന്ന് ഹെഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ളതിൽ ഹെഡ് ഡിഫോൾട്ട് പേജ് സ്റ്റൈൽ എന്നുള്ളത് കൊടുത്തു. അപ്പോൾ ഇതാ ഇവിടെയാണ് ഹെഡർ എന്ന് വരുന്നത്. അവിടെ നമ്മൾ കൊടുക്കുന്നത് അജന്ത എലോറ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എലോറ എന്നുള്ളത് അപ്പോൾ അവിടെ നമ്മളൊരു റൈറ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ റൈറ്റ് അലൈൻമെൻറ്റ് കൊടുക്കുന്നു. ഇനി നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്നു അജന്ത എലോറ എന്ന് കൊടുക്കാം. എലോറ എന്നുള്ളത് കൊടുത്തു. കുറച്ചും കൂടി സ്പേസ് ഇട്ടാൽ ഒരു സെൻറ്റർ കുറച്ച് ഭാഗത്തേക്കായിട്ട് മൂവ് ചെയ്തിട്ട് വരുന്നതാണ്. ഇതിന് ഇനി എന്തെങ്കിലും ഫോണ്ട് ചേഞ്ചസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ട് ബോൾഡ് ആക്കണമെങ്കിലൊക്കെ ബോൾഡ് ആക്കാം. കുറച്ച് സൈസ് വലുതാക്കണമെങ്കിൽ വലുതാക്കിയിട്ട് കൊടുക്കാം. അപ്പം ഇങ്ങനെ ഇതിനൊരു ഹെഡർ കൊടുത്തിട്ടുണ്ട്. ഹെഡർ കൊടുക്കുന്ന നമ്മൾ ടെക്സ്റ്റിലൊക്കെ കാണുന്ന പോലെ എല്ലാ പേജിലും ഈ ഒരു ഹെഡറായിട്ട് ഇത് തന്നെയായിരിക്കും ഹെഡറായിട്ട് വരിക. ഇനി നമുക്ക് പേജിൻ്റെ താഴെയായിട്ട് പേജ് നമ്പർ കൊടുക്കണം. അതിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫൂട്ടറാണ്. അപ്പം അതിനായിട്ട് ഇൻസേർട്ടിൽ ഫൂട്ടർ എന്നുള്ളത് കൊടുക്കാം. ഇവിടെ ഫൂട്ടർ എന്നുള്ളത് എടുത്തു, ഡിഫോൾട്ട് പേജ് സ്റ്റൈൽ കൊടുത്തു. അപ്പം ഇവിടെ കഴ്സർ കാണിക്കുന്നുണ്ട് ഈ ഹെഡർ ഫൂട്ടറിൻ്റെ അവിടെ നമ്മൾ ഇൻസേർട്ട് പേജ് നമ്പർ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഇവിടെയാണ് പേജ് നമ്പർ വന്നിരിക്കുന്നത്. എനിക്ക് സെൻറ്ററിൽ വരണമെങ്കിൽ ഇവിടെ അലൈൻ സെൻറ്റർ എന്നുള്ളത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളെല്ലാ ടെക്സ്റ്റിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റിൻ്റെ എല്ലാ ഭാഗവും നോക്കുമ്പോൾ എല്ലാത്തിലും താഴെയായിട്ട് പേജ് നമ്പർ വന്നിട്ടുണ്ട്. ഇനി ഇവിടെയും സ്റ്റൈൽ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് കുറച്ചൊന്ന് വലുതാക്കിയിട്ടൊക്കെ കൊടുക്കാം. അപ്പം അതുപോലെ എല്ലായിടത്തും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഗ്യാപ്പ് കുറയ്ക്കണമെങ്കിലൊക്കെ കുറച്ച് നോക്കാം. അപ്പം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഡോക്യുമെന്റ് പോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലായിട്ട് ഹെഡർ, താഴെ ഫൂട്ടറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി ഇത് സേവ് ചെയ്താണ്. അപ്പോൾ സേവ് എന്ന് കൊടുത്താൽ ആ ഒരു ഫയലിലേക്ക് സേവ് ആവുന്നുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതൊന്ന് PDF ആയിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഫയൽ എക്സ്പോർട്ട് ആസ് PDF എന്നുള്ള എടുത്തു. അപ്പോൾ ഇവിടെ ഡിഫോൾട്ടായിട്ട് സെലക്ട് ചെയ്ത് കിടക്കുന്ന തന്നെ സെലക്ട് ചെയ്യാണ്, മാറ്റുന്നൊന്നുമില്ല. എക്സ്പോർട്ട് എന്ന് കൊടുക്കാം. എവിടെയാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ഹോമിൽ സ്റ്റുഡൻസ് 8-ലാണുള്ളത്. നമ്മൾ ആ സേവ് ചെയ്ത ഫയലിൻ്റെ നെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ ആ ഫയൽ നെയിം തന്നെയാണ് കൊടുക്കുന്നത്, മാറ്റുന്നില്ല. അത് ഫയൽ നെയിം കൊടുത്തു, സേവ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് PDF ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം അതിനായിട്ട് ഇവിടെ ഹോം എടുത്തു, അവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 8 എടുത്തു. ഇവിടെ നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഫയലാണിത്, MKH എന്നുള്ളത്. അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ കൊടുത്ത ബുള്ളറ്റ്സ് നമ്പറിങ്ങും അതേപോലെ ഈ പറഞ്ഞ ടേബിളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതൊന്ന് പ്രിന്റ് ചെയ്യാനാണ്. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫയൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഫയൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. എന്നിട്ട് നമ്മളിത് പ്രിന്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രിന്ററിന്റെ നെയിം ഇവിടെ വരും. ആ പ്രിന്ററിന്റെ നെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കാണിക്കുന്ന പേജസ് 3 ആണ്. ഓൾ പേജസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രിന്ററിന് കൊടുത്താൽ പ്രിന്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രിവ്യൂ കാണിക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇവിടുന്ന് പ്രിവ്യൂ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതാ പ്രിന്റ് പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ നമുക്ക് ആദ്യം കാണാം എങ്ങനെയാണ് ഇത് പ്രിന്റിൽ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ക്ലോസ് പ്രിവ്യൂ അടിച്ചാൽ നമ്മുടെ എഡിറ്റ് ഇതിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞിരിക്കുന്നത് വേറെ ഉള്ള ലാംഗ്വേജ്, ഇപ്പം അറബിക് അല്ലെങ്കിൽ ഹിന്ദി ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കീബോർഡിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സൈഡിലായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സ് എന്ന് കാണാം. സെറ്റിങ്സ് എടുത്തു, അവിടെ കീബോർഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്തു.
അപ്പൊ ഇവിടെ 2 ലാംഗ്വേജ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഇംഗ്ലീഷ്, മലയാളം. ഇനി നമുക്കൊരു ലാംഗ്വേജ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പൊ ഇവിടെ കുറച്ച് ലാംഗ്വേജ് തന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ ഇവിടെയുള്ള മോർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഹിന്ദിന്ന് ടൈപ്പ് ചെയ്യുന്നു. അതർന്ന് കൊടുത്തു നോക്കാം. ഇപ്പൊ ഇവിടെ ഹിന്ദി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഹിന്ദിയിൽ ഏതാണോ വേണ്ടത് അതെടുക്കുന്നു. ഇവിടെ ഹിന്ദി എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ ആഡ് എന്നുള്ളത് കൊടുക്കുക. നമുക്ക് വേണ്ട കീബോർഡ് ഏതാണോ അത് സെലക്ട് ചെയ്തിട്ട് ആഡ് കൊടുക്കുക. ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ മലയാളം, ഹിന്ദി ഇങ്ങനെ ഏതാണോ നമ്മൾ കീബോർഡ് ലേഔട്ട് ഇൻസേർട്ട് ചെയ്തത് അതിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അറബിക്കും ഉറുദുവും ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.